ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരുമിച്ചിട്ട് ചില്ല് ചെയ്ത് ഒരു കിറ്റിലും 3D ഡിസൈൻ വരച്ചാലോ? അപ്പോൾ സെറ്റല്ലേ? സാധനങ്ങളൊക്കെ എടുത്തോ. വലിയ ടെൻഷനൊന്നും വേണ്ട, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം മതി. ഒരു വെള്ള പേപ്പർ, ഗ്രിഡ് ഉള്ളതാണെങ്കിൽ ബെസ്റ്റ്, ഒരു പെൻസിൽ, ഒരു ബ്ലാക്ക് പേന. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ തുടങ്ങിയാലോ? ആദ്യം നിങ്ങളൊരു ചതുരം വരച്ച് അതിനുള്ള ചെറിയ സ്ക്വയറുകൾ ഉണ്ടാക്കാം. സ്കെയിൽ യൂസ് ചെയ്താൽ പെർഫെക്റ്റായിട്ട് കിട്ടും. ഇനി ഓരോ ചെറിയ സ്ക്വയറിലും എക്സ് പോലെ 2 വരകൾ വരച്ച് ത്രികോണങ്ങളാക്കിയെടുക്കണം. ഈ ബേസ് സെറ്റായാൽ ബാക്കി ഈസിയാണ് കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്ലാക്ക് പേന കൊണ്ട് ഓരോ ഡയമണ്ടിൻ്റെ നടക്കുന്നത് തുടങ്ങി സൈഡുകളിലേക്ക് ചെറിയ വളഞ്ഞ വരകൾ വരച്ച് ഫില്ല് ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഈസി പീസി. ഓക്കെ, എല്ലാ ഡയമണ്ടുകളും നിറയ്ക്കുമ്പോൾ തന്നെ ആ 3D വൈബ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. സെൻറ്ററുകൾ എന്നത് ലളിതമായ പാറ്റേണുകൾ റിപ്പീറ്റഡായിട്ട് വരച്ചുകൊണ്ട് മനോഹരമായ ചിത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു കലാരീതിയാണ്. ഇത് കേവലം ഒരു ചിത്രരചന മാത്രമല്ല, മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു മെഡിറ്റേഷൻ കൂടിയാണ്. സെൻറ്ററുകൾ ആർട്ടിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് വരയ്ക്കാൻ കഴിയുന്ന ഒരു ഡ്രോയിങ്ങാണ്. പ്രത്യേകിച്ച് വരയ്ക്കാൻ കഴിയുമെന്ന് നമുക്കിതിനായിട്ട് ആവശ്യമില്ല. ഡോട്ട്സ്, ലൈൻസ്, കേർവ്സ്, സർക്കിൾസ് എന്നിവ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിത്രങ്ങൾ നിർമ്മിച്ചെടുക്കാൻ പറ്റും. പിന്നെ സാധാരണയായിട്ട് ഒരു വെള്ള പേപ്പറും കറുത്ത പേനയും മാത്രം മതി നമുക്ക് ഇത് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ ഇത് വരയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ല കോൺസെൻട്രേഷൻ കിട്ടുകയും സമ്മർദ്ദം കുറയുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് സെൻറ്ററുകളിൽ തെറ്റുകൾ എന്നൊന്നുമില്ല. ഒരു വര മാറിപ്പോയാൽ അത് പുതിയൊരു ഡിസൈൻ്റെ ഭാഗമായിട്ട് നമുക്ക് മാറ്റാം. അതിനാൽ ഇതിൽ ഇറേസർ ഉപയോഗിക്കാറില്ല. കണ്ടോ, എത്ര സിമ്പിളായി നമ്മൾ ഒരു കിറ്റിലും സെൻറ്ററുകൾ ആർട്ട് ഉണ്ടാക്കി. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു പിക്ക് ലൈക്ക് ചെയ്യാനാണ്, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. ഓക്കെ, ബൈ ബൈ.